വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രാവിലെ മുതൽ നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഏതായാലും തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ചാപ്റ്ററുമായിട്ട് എത്തിയിരിക്കുകയാണ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് ബൈ മാജിദ് മജീദി. മാജിദ് മജീദി എന്ന് പറയുന്ന ഇറാനിയൻ ഫിലിം മേക്കറുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചു. ഏതാ? മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പോർഷൻ അല്ലേ? ആ ഒരു ചെറിയ പോർഷൻ. അപ്പൊ ഈ ഒരു പിക്ചർ തന്നെ നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടിയിട്ടുണ്ടാവും. സഹ്റ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് വളരെ ഫേമസ് ആയിട്ട് അറിയാം. അതുപോലെ അലി എന്ന് പറയുന്ന ആ ഒരു സഹ്റയുടെ സഹോദരനെ നമുക്കറിയാം. ഇവരെ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നോക്കിക്കോ, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ബൈ മാജിദ് മജീദി. മേജർ ഇവന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അലി ടേക്ക് സഹ്റാസ് റിപ്പയർഡ് ഷൂസ് ഫ്രം ദ കോബ്ലർ. നമ്മുടെ സീൻ തുടങ്ങുന്ന സമയത്ത് ഒരു കോബ്ലർ എടുത്തു നിന്നും, ഒരു ചെരുപ്പൂത്തിന്റെ അടുത്ത് നിന്നും സഹ്റ എന്ന് പറയുന്ന സിസ്റ്ററുടെ ഷൂ റിപ്പയർ ചെയ്ത് വാങ്ങിക്കൊണ്ട് വരുന്ന അലിയാണ് നമ്മൾ കാണുന്നത്. Then he goes to bakery to buy naan. ഇതാണ് നാൻ എന്ന് പറയുന്നത്. നാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കോബ്ലറുടെ ഷോപ്പിൽ നിന്നും അലി എങ്ങോട്ട് പോകുന്നു? ഈ ഒരു ബേക്കറിയിലേക്ക് പോകുന്നു. Then he goes to a vegetable shop to buy potatoes. അപ്പൊ നാൻ മാത്രം പോരല്ലോ, കറി വേണ്ടേ? കറി വെക്കാനായിട്ടുള്ള പൊട്ടറ്റോ വാങ്ങാനായിട്ട് നമ്മുടെ അലി എങ്ങോട്ട് പോവാണ്? വെജിറ്റബിൾ ഷോപ്പിലേക്ക്, അല്ലെ? അക്ബർ അക്കയുടെ വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോകുന്ന അലിയെയും നമ്മൾ കണ്ടു. അടുത്തത്, he keeps the shoes in the small gap between two boxes. ഒരു കയ്യിൽ നാൻ ഉണ്ട്, ഒരു കയ്യിൽ എന്തുണ്ട്? ആ ഒരു ഷൂസിന്റെ കവറും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് കയറുന്നതിന്റെ മുമ്പേ അവൻ എന്ത് ചെയ്യാണ്? ആ ഒരു ഷൂസിന്റെ കവർ ഒരു സ്മാൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോക്സസ്, രണ്ട് പച്ചക്കറി പെട്ടികൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിലേക്കാണ് എന്ത് വെച്ചു കൊടുക്കുന്നത്? ഈ ഒരു ഷൂസ് അവൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറി പൊട്ടറ്റോ പൊറുക്കുന്നതിനിടയിൽ എ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് ദ പാഴ്സൽ ബൈ മിസ്റ്റേക്ക്. അതൊരു വേസ്റ്റ് ആണെന്ന് കരുതിയിട്ട് ഒരു ജങ്ക് കളക്ടർ, വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വരുന്ന ജങ്ക് കളക്ടർ അവന്റെ ഷൂസ് അദ്ദേഹത്തിന്റെ ആ ഒരു കാർട്ടിൽ, വണ്ടിയിൽ ഇട്ടിട്ട് അദ്ദേഹം പോവാണ്. അലി ടെൽസ് സഹ്റ ദാറ്റ് ഹി ലോസ്റ്റ് ഹർ ഷൂസ്. നിന്റെ ഷൂസ് നഷ്ടമായിട്ടുണ്ട് എന്ന് അലി ചെന്നിട്ട് ആരോട് പറയുന്നു? സഹ്റയോട് പറയുന്നു. ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് വൈൽ ഡൂയിങ് ദിയർ ഹോംവർക്ക്. ആ ഒരു ഹോംവർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടാണ് ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സഹ്റ എക്സ്പ്രസസ് ഹർ ഡിസ്പ്ലഷർ. തന്റെ സങ്കടം, തന്റെ ഡിസ്പ്ലഷർ ആരെ അറിയിക്കുന്നു? സഹ്റ അലിയെ അറിയിക്കുന്നു. അലി ടെൽസ് സഹ്റ ടു യൂസ് ഹിസ് ഷൂസ്. നീ എന്റെ ഷൂസ് ധരിച്ചിട്ട് എന്ത് ചെയ്യണം? പോകണം എന്ന് അലി സഹ്റയോട് പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇതിൽ ഞാൻ മേജർ ഇവന്റ്സിൽ സ്കിപ്പ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ അലിയും സഹ്റയും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു ഫാമിലിയുടെ യഥാർത്ഥ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? അലിയുടെ മദർ, അതായത് അലിയുടെയും സഹ്റയുടെയും മദർ ഡിസ്ക് ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഒരു സർജറി ചെയ്താൽ കൊള്ളാം എന്ന് മദർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഫാദർ എന്ത് ചെയ്യുന്നില്ല? അതിന് സമ്മതിക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സർജറി അദ്ദേഹം എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലി ആ ഒരു പൊട്ടറ്റോ വാങ്ങാനായിട്ട് അക്ബർ അക്കയുടെ കടയിലേക്ക് കയറുന്നു. തിരിച്ചു വരാൻ നേരത്ത് പൈസ കൊടുക്കുന്നതിന് പകരം പറ്റുബുക്കിൽ ടാബിൽ എഴുതാനാ പറയുന്നത്. അവിടെയും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അലിയുടെയും അലിയുടെ ഫാമിലിയുടെയും ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ പൂർ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ സഹ്റ അലിയോട് പറയുന്നുണ്ട്, നീ എന്റെ ഷൂ കൊണ്ടുപോയി കളഞ്ഞ കാര്യം ഞാൻ എവിടെ പോയി പറയും? ഫാദറിനോട് പറയുമെന്ന് പറയുന്ന സമയത്ത് അലി പറയുന്നുണ്ട്, ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us, he doesn't have money എന്ന് പറയുന്നുണ്ട്. ഒരു പുതിയ ഷൂ വാങ്ങാനുള്ള പൈസ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവരുടെ ആ ഒരു ഫാമിലി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പൂർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആയിരുന്നു ഏത്? മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറയുന്നത്. അപ്പൊ വെറും 4 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നുള്ളൂ ഏത് റിവൈസ് ചെയ്യാനായിട്ട്? ഈ ഒരു മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ലെസൺ റിവൈസ് ചെയ്യാനായിട്ട്. ഇത്തവണ ഒരു കോൺവെർസേഷൻ ഫില്ലിംഗ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മേജർ ഇവന്റ്സ് നിങ്ങളെ സഹായിക്കട്ടെ. May God bless you and thank you so much. I'm gonna wind up this video here. See you in the next video.